കോട്ടയം പാലായിൽ LDFിന് വേണ്ടി കുഞ്ഞുമാണി വോട്ട് പിടിക്കാൻ ഇറങ്ങിയെങ്കിൽ കടുത്തുരുത്തിയിൽ മരീനയാണ് UDFിന്റെ സ്റ്റാർ പ്രചാരക. മോൻസ് ജോസഫ് MLAയുടെ മകളായ മരീന മോൻസും UDF പ്രവർത്തകരും പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. കടുത്തുരുത്തിയിൽ കടുത്ത പോരാട്ടമാണ്. കടുത്തുരുത്തി ഡിവിഷൻ നിലവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കയ്യിലാണ്. അത് തിരിച്ചുപിടിക്കാൻ വേണ്ടി മോൻസ് ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ മകൾ മരീനയെ ഉൾപ്പെടെ രംഗത്തിറക്കിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നത്. നേരത്തെ തന്നെ അച്ഛനോടൊപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണല്ലേ? രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. ലോങ് മാർച്ചിനുണ്ടായിരുന്നു, ചെറിയ തോതിൽ കോളേജ് രാഷ്ട്രീയമൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ കൂടുതൽ അധ്യാപികയാവാനായിട്ട് ഞാൻ നോക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് പ്രചാരണം? നന്നായി പോകുന്നു. നമ്മുടെ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഇതേ കടുത്തുരുത്തി ടൗണിലൂടെയൊക്കെ നടക്കുന്നു. എല്ലാവരോടും പറയുന്നു, എല്ലാം നല്ല ഒരു പിന്തുണയാണ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. MLA എന്താ പറയുന്നത്? ഇവിടെ ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് UDF അവതരിപ്പിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ അജണ്ടയാണ്. അതുകൊണ്ട് UDF ഒറ്റക്കെട്ടായി വർക്ക് ചെയ്ത് കോട്ടയം പാർലമെൻറ്റ് തിരിച്ചുപിടിച്ചതുപോലെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് തിരിച്ചുപിടിക്കും. മരീന നേരത്തെ ലോങ് മാർച്ചിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പങ്കെടുത്തു, സജീവമായിട്ട് പ്രചാരണത്തിലൊക്കെ സജീവമാണ്. അപ്പം ഒരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നോ? അല്ല, ഇപ്പം ശരിയായ തീരുമാനം ഞങ്ങളുടെ അടുത്ത് മരീനയ്ക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തത്. എത്ര തെറ്റായിപ്പോയത്. ശരിയായ തീരുമാനം എടുത്തു. ഇവിടെ കേരള കോൺഗ്രസിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും പ്രസ്ഥാനത്തിൽ നിന്നും ഉള്ള നല്ലവരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അവരുടെ വിജയത്തിന് വേണ്ടി മരീന ഉൾപ്പെടെ രംഗത്തിറങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. അതെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. UDF ഒറ്റക്കെട്ടാണ്. എന്തായാലും UDFിൻ്റെ പ്രചാരണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്, കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മോൻസ് ജോസഫ് MLAയും ഒപ്പം തന്നെ UDF പ്രവർത്തകരും പങ്കുവയ്ക്കുന്നത്. കടുത്തുരുത്തിയിൽ നിന്ന് ക്യാമറമാൻ റെൻസി കുര്യാക്കോസിനൊപ്പം ബിനോയ് രാജൻ, മനോരമ ന്യൂസ്.